കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSFും KSUവും നേർക്കുനേർ മത്സരിക്കും. ചെയർമാൻ സ്ഥാനാർത്ഥി MSFന് വേണമെന്ന ആവശ്യം KSU അംഗീകരിക്കാതെ വന്നതോടെയാണ് UDSFിൽ ഭിന്നത ഉണ്ടായത്. നോമിനേഷൻ പിൻവലിക്കാൻ അവസാന ദിവസം നാളെ എന്നിരിക്കെ ഇരുവിഭാഗവും ചർച്ചയ്ക്ക് വഴങ്ങിയിട്ടില്ല. മുഹമ്മദ് സൈഫുള്ള വിവരങ്ങൾ നൽകാൻ ചെയ്യുന്നുണ്ട്. സൈഫുള്ള, അനുനയ നീക്കത്തിനുള്ള ശ്രമം തുടരുകയാണോ? എങ്ങനെയാണ് ചർച്ച? ജീന, സാധാരണ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSFും KSUവും UDSF എന്ന ഒറ്റ ബാനറിലാണ് മത്സരിക്കാറ്. പക്ഷേ ഇത്തവണ MSF ചെയർമാൻ സ്ഥാനം വേണം എന്നുള്ള ഒരു വാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇരുവരും KSU MSF നേർക്കുനേർ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഈ വിഷയത്തിൽ ഇതുവരെ ചർച്ചയൊന്നും നടന്നിട്ടില്ല. ഒരുപക്ഷെ UDF നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയും നിലവിലുണ്ട്. സാധാരണ MSFനാണ് കണ്ണൂർ സർവകലാശാലയിൽ കൂടുതൽ UUCമാർ ഉണ്ടാവാറ്. UDSFിൽ ഏറ്റവും കൂടുതൽ UUCമാർ ഉണ്ടാവാറ് MSFനാണ്. ഇത്തവണയും അതുപോലെ MSFന് കുറച്ചധികം എണ്ണം UUCമാരുണ്ട്. അതുകൊണ്ടാണ് MSF ഇത്തവണ കടുത്ത തീരുമാനമെടുത്തത് ഈ ചെയർമാൻ സ്ഥാനം MSFന് വേണം എന്നുള്ളത്. എന്നാൽ വിട്ടുകൊടുക്കാൻ KSU തയ്യാറല്ല. സാധാരണ രീതിയിൽ KSU ആണ് മത്സരിക്കാറ്. പകരം വയനാട്, കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനം അത് MSFന് വിട്ടുകൊടുക്കാറുണ്ട്. ഇത്തവണ അത്തരത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ചെയർമാൻ സ്ഥാനം തങ്ങൾക്ക് വേണമെന്നാണ് KSUവിന്റെ വാദം. നിലവിൽ 40 UUCമാരാണ് കണ്ണൂർ സർവകലാശാലയിൽ MSFനുള്ളത്, 10 KSUവിനും. പക്ഷേ 50ഓളം UUCമാർ SFIക്കുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിയൻ ചെയർമാൻ സ്ഥാനം ഒരിക്കലും UDSFന് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തങ്ങൾക്ക് അർഹത ഉണ്ടെന്നാണ് MSF പറയുന്നത്. അതുകൊണ്ടാണ് MSF മുഴുവൻ പാനലിലും ഇത്തവണ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു ചർച്ചയും നടത്താതെ, തങ്ങളോട് ഒരു കാര്യം പോലും ആലോചിക്കാതെയാണ് MSF ഇത്തരത്തിൽ എല്ലാ പാനലിലേക്കും നാമനിർദ്ദേശ പത്രിക നൽകിയതെന്നാണ് KSUവിന്റെ വാദം. ഈ കാര്യത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ MSF നേതൃത്വം തങ്ങളെ സമീപിക്കണം. എന്നാൽ മാത്രമേ ചർച്ച ചെയ്യാൻ സാധിക്കൂ. നിലവിൽ MSF ഏകപക്ഷീയമായി എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ UDSF ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല. MSFിലെ ചില ജില്ലാ നേതാക്കൾക്കാണ് ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യം. കഴിഞ്ഞ തവണ KSU സാധാരണ മത്സരിക്കാറുള്ള വയനാട് റെപ്പ് അത് കഴിഞ്ഞ തവണ MSFന് വിട്ടുകൊടുത്തു. ഇത്തവണയും അത് MSFന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പകരം ചെയർമാൻ സ്ഥാനത്തേക്ക് തങ്ങൾക്ക് തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് KSUവിന്റെ ആവശ്യം. ഇവിടെ വയനാട് റെപ്പിലേക്ക് 4 UUCമാരാണ് വയനാട് നിന്നും കണ്ണൂർ സർവകലാശാലയിലേക്ക് MSFനുള്ളത്. 1 KSUവിനും 2 SFIക്കും. സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ വേണ്ടി 2 UUCമാർ വേണം. അതില്ലാത്തതിനാൽ തന്നെ SFIക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് എതിരില്ലാതെ അവിടെ MSF ജയിക്കുകയുണ്ടായി. പക്ഷേ അതിന്റെ ആഘോഷ പരിപാടികളിൽ നിന്ന് പോലും KSU കഴിഞ്ഞ ദിവസം വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു. KSUവിന്റെ ആവശ്യം സാധാരണ മത്സരിക്കാറുള്ള ചെയർമാൻ സ്ഥാനാർത്ഥി അത് തങ്ങളുടെ പാനലിൽ തന്നെ ഇത്തവണയും ഉണ്ടാവണം. തങ്ങൾ നോമിനേഷൻ കൊടുക്കും. അത് ഒരു തരത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്നാണ് KSU പറയുന്നത്. ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ UDFിന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ജീന.